വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. 4-ാം ദിവസം. 1-ാം വ്യാകുലം. മറിയത്തെ വേർപിരിയുവാനുള്ള തീരുമാനം. ദൈവവചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ധ്യാനം. സ്നേഹം മുറിപ്പെടുത്തും. ആത്മാർത്ഥമായ സ്നേഹം ആഴത്തിൽ മുറിപ്പെടുത്തും. നിങ്ങൾ ഒരാളെ എത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നുവോ അതിൻ്റെ പല മടങ്ങ് ആഴമുണ്ടാകും അകൽച്ചയുടെ മുറിപ്പാടുകൾക്ക്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ജോസഫ് മറിയത്തെ വേർപിരിയാൻ തീരുമാനിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേ നമ്മെ അത് വേദനിപ്പിക്കും. കാരണം മനുഷ്യരാശിയിൽ ഇത്രയും പവിത്രമായി സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളില്ല. കറയറ്റ സ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും അവർക്കിടയിൽ അകലങ്ങൾ ഇല്ലാതാക്കി. ഇതിനിടയിലാണ് ജോസഫിൻ്റെ ആദ്യ പരീക്ഷ. ആ നീതിമാന്റെ മനോവ്യത അറിയാൻ ആഴത്തിൽ ധ്യാനിക്കണമത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരസ്പരം സഹവസിക്കും മുൻപേ മറിയം ഗർഭിണിയായി കാണപ്പെടുന്നു. ഇവിടെ മറിയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ജോസഫിന് തീർത്തും സംശയമില്ല. കാരണം അവൾ മഞ്ഞിനേക്കാൾ നൈർമല്യതയുള്ളവളാണ്. അതേസമയം ഇന്നവൾ ഗർഭിണിയുമാണ്. ഒരു വശത്ത് അവളുടെ പരിശുദ്ധി, മറുവശത്ത് തൻ്റെ കണ്ണുകളെ പൂർണ്ണമായും അവിശ്വസിക്കുവാനും വയ്യ. വിവാഹത്തിൻ്റെ അവസാന കർമ്മങ്ങൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ തിരുമുൻപിൽ യോസേപ്പ് വാവിട്ടു കരഞ്ഞു. അത്യുന്നതനായ ദൈവമേ, ഈ പരീക്ഷയെ ഞാൻ എങ്ങനെ അതിജീവിക്കും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സങ്കടങ്ങളുടെ തിരമാലകൾ എന്നെ ചുറ്റി എറിയുന്നു. അവളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ രഹസ്യം എനിക്ക് പറഞ്ഞു തരിക. മനുഷ്യരുടെ മുൻപിൽ ഞാൻ എങ്ങനെ മറിയത്തെ ചേർത്ത് പിടിക്കും എന്നതല്ല എൻ്റെ വിഷമം. അവളിൽ നീ ചെയ്ത കാര്യങ്ങളെ എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ വ്യഥ. അവളെ പിരിയുക എനിക്ക് മരണകരമാണെന്ന് നീ അറിയുന്നില്ലേ? ഞാൻ എന്തു ചെയ്യും? യോസേപ്പിൻ്റെ കരച്ചിൽ കേൾക്കുക സഹിക്കവയ്യാതെ മാലാഖമാർ പോലും കാതുകൾ പൊത്തി. ഓരോ നിമിഷവും ഒരു യുഗം പോലെ ആയിരുന്നു അവന്. ഇത്രയും പരിശുദ്ധിയും സുഹൃതസമ്പന്നയുമായ ഒരുവളെ ജീവിതസഖിയായി ലഭിച്ചത് മൂലം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ സൃഷ്ടി താനാണെന്ന് അല്പം മുമ്പ് വരെ കരുതിയിരുന്ന ആളാണ് മാനസിക വേദനയാൽ പുളയുന്നത്. അവളെ കാണുമ്പോൾ ഹൃദയം പിച്ചി ചിന്തപ്പെടുന്നത് പോലെ. മറിയമാകട്ടെ ജോസഫ് കടന്നു പോകുന്ന വ്യതയെ തൻ്റെ ആത്മദൃഷ്ടിയാൽ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും ഇവിടെ അവൾക്കൊന്നും ചെയ്യാൻ ആകുമായിരുന്നില്ല. കാര്യം തിരക്കാൻ പലവട്ടം ജോസഫ് ആലോചിച്ചു. പക്ഷേ കഴിയുന്നില്ല. ദിവ്യരഹസ്യങ്ങളുടെ മറ അകറ്റേണ്ടത് മനുഷ്യനല്ലല്ലോ, ദൈവമല്ലേ? മറിയത്തിൻ്റെ സ്നേഹം ചോദ്യം ചെയ്യാതെ യോസേപ്പ് ദിവസങ്ങൾ തള്ളി നീക്കി. യോസേപ്പ് ചിന്തിച്ചു, ഒരാത്മാവിനെ നീ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയേറെ വേദനയിലൂടെ കടത്തിവിട്ടേക്കുമോ? ദിവ്യദർശനങ്ങളോ മാലാഖമാരുടെ ഗീതങ്ങളോ ഒന്നുമില്ല. ഈ ദിവസങ്ങളിൽ എന്തായാലും മറിയത്തെ രഹസ്യമായി വേർപിരിയാം. കാരണം പൊതുജനമധ്യത്തിൽ അവൾ കല്ലെറിയപ്പെടരുത്. മാത്രവുമല്ല, ഈ ദിവ്യരഹസ്യത്തെ സ്വീകരിക്കാൻ താൻ എന്തായാലും യോഗ്യനല്ല. ദൈവകരുണയ്ക്കായി മാറി നിൽക്കുക. അസ്വസ്ഥമായ മനസ്സോടെ പാതിമയക്കത്തിൽ ഈ വിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കൈവിടരുതേ. നിന്നെ മാനിക്കാനും സേവിക്കാനും എന്നെ ഉപയോഗിക്കണമേ. എൻ്റെ മറിയത്തെ നീ തന്നതാണ്. അവളെ നിനക്ക് തന്നെ മടക്കിത്തരുന്നു. നിന്റെ ഹിതം നിറവേറട്ടെ. അപ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ വെളിപാടുമായി എത്തിയത്. ജോസഫ്, നീ അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫിൻ്റെ ആദ്യ വ്യാകുലം ഇവിടെ ആനന്ദത്തിന് വഴിമാറി. പ്രാർത്ഥന. ഓ വിശുദ്ധ യൗസേപ്പേ, നിന്റെ മനോവേദയുടെ ചൂടിൽ ദാമ്പത്യബന്ധങ്ങളിലെ വികലതകളെല്ലാം അകറ്റണമേ. പരിശുദ്ധമായ സ്നേഹബന്ധങ്ങൾ
ഞങ്ങളിൽ രൂപപ്പെടട്ടെ. ആമേൻ.